ഹായ് കൂട്ടുകാരെ, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് ഞാൻ കപ്പ പുഴുങ്ങിയതിൻ്റെ മുളക് പൊട്ടിച്ചതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഞാനിത് ഉണ്ടാക്കിയപ്പോൾ വീഡിയോ എടുത്തുവെന്നേ ഉള്ളൂ. നിങ്ങൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാനിവിടെ 1 കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ മുളക് പൊട്ടിച്ചതിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. നമ്മൾ എത്ര മുളകാണ് എടുക്കുന്നത് അതിനനുസരിച്ച് വേണം ചെറിയുള്ളി എടുക്കാൻ. ഇത് നല്ല ഉണ്ട മുളകാണ്, നല്ല എരിവുള്ള മുളകാണ്. ഇനി നമുക്ക് ഈ കപ്പയൊക്കെ പൊടിച്ച് നന്നായിട്ട് വൃത്തിയായി കഴുകി നമ്മൾ ഒരു ഉരുളിയിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കണം. നമ്മുടെ കപ്പ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇതിന് വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ മഞ്ഞൾപ്പൊടി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇപ്പം നമ്മുടെ കപ്പയിൽ ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മൂടി വെച്ചൊന്ന് പുഴുങ്ങിയെടുക്കുന്നുണ്ട്. അത് കപ്പ നന്നായിട്ട് വെന്ത് വരട്ടെ. ഇനി നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് തുറന്നു നോക്കാം. ആദ്യം തുറക്കാൻ നോക്കിയപ്പോൾ ഭയങ്കര ചൂട്, തുറക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഒന്ന് തുറക്കുകയാണ്. ഇപ്പം നമ്മളുടെ കപ്പയൊക്കെ നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. കപ്പയിലെ വെള്ളമെല്ലാം, കപ്പ വേവാറായിട്ടില്ല. ഇനി നമുക്കിതൊന്ന് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇത് നല്ല വേഗം വേകുന്ന കപ്പയാണ്. അതുകൊണ്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ കപ്പയൊക്കെ വെന്ത് വരും. ഇനി നമ്മൾ വീണ്ടും ഒന്ന് മൂടി വെച്ച് വേവിക്കാൻ വേണ്ടി പോവാണ്. ഇപ്പം നമ്മളുടെ കപ്പയൊക്കെ നമ്മൾ മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ട് മുളക് പൊട്ടിച്ചതാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇപ്പം നമ്മുടെ ഉള്ളിയുടെ തൊലിയെല്ലാം കളഞ്ഞ് പച്ചമുളകിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞ് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ നമ്മൾ കുറച്ച് വാളംപുളി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര പുളി ആവശ്യമാണോ അതിനനുസരിച്ച് വാളംപുളി എടുക്കാം. അഥവാ വാളംപുളി ഇല്ലെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്താൽ മതി. ഈ സമയത്തെല്ലാം നമ്മളിത് അരച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം വിനാഗിരി ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആ പുളിക്ക് ആവശ്യമായിട്ടുള്ള വാളംപുളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മളുടെ മുളകും പുളിയും ഉപ്പും ഉള്ളിയും എല്ലാം മിക്സർ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ നന്നായിട്ട് അടിച്ചെടുക്കാൻ പോവാണ്. നമ്മളുടെ ഈ മുളകൊക്കെ നന്നായിട്ട് ഒന്ന് അരഞ്ഞു വരുന്ന ഒരു പാകം വേണം. അപ്പോൾ നമ്മളെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബൗളിലേക്ക് മാറ്റാം. ഈ ഒരു ഭാഗത്താണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത്. കപ്പയ്ക്കൊക്കെ ആകുമ്പോൾ ബൗളിലേക്ക് മാറ്റാം. ഈ ഒരു ഭാഗത്താണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത്. കപ്പയ്ക്കൊക്കെ ആകുമ്പം ഇതുപോലെ എടുക്കുന്നതായിരിക്കും ടേസ്റ്റ് കൂടുതൽ. നിങ്ങളുടെ കയ്യിൽ കാന്താരിമുളക് ഉണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും കൂടുതലും നല്ലത്. ഇപ്പം നമ്മൾ നമ്മുടെ മുളകൊക്കെ അരച്ചത് ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ പുളി ചേർത്തിട്ടില്ലെങ്കിൽ ഈ സമയത്ത് വേണം വിനാഗിരി ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ നമ്മളുടെ ഈ മുളകിന് ഒരുപാട് എരിവൊന്നും തോന്നിക്കില്ല. അത് നല്ല എരിവുള്ള മുളകാണ്. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ നമുക്കിതിൻ്റെ എരിവ് സഹിക്കാൻ പറ്റില്ല. നമ്മൾ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം. അന്നേരം നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടത്തുള്ളൂ. വേറെ ഏത് എണ്ണ ഒഴിച്ചാലും ഈ ടേസ്റ്റ് വരത്തില്ല. അതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ നമുക്കുള്ള മുളക് പൊട്ടിച്ചതിന് ഉപ്പ് അല്പം കുറവാണ്. അതുകൊണ്ട് ഞാൻ അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് തന്നെ നല്ലൊരു പ്രത്യേക മണമാണ് നമുക്ക് വരുന്നത്. നിങ്ങളെല്ലാവരും ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ മുളക് പൊട്ടിച്ചതിൻ്റെ കൂടെ ദോശയൊക്കെ കൂട്ടി തിന്നാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളുടെ മുളക് പൊട്ടിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കപ്പയും ഇപ്പോൾ ഏകദേശം വെന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ഇപ്പം നമ്മുടെ മുളക് പൊട്ടിച്ചത് കണ്ടില്ലേ. ഇപ്പം നമ്മുടെ മുളക് പൊട്ടിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കപ്പയൊക്കെ ഇപ്പം വെന്ത് വന്നിട്ടുണ്ടാവും. നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ കപ്പയും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി വെള്ളമൊക്കെ ഊറ്റി മാറ്റാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സൈഡിൽ കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഇനി ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.